ഗുഡ് ഈവനിങ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരു സുഗന്ധദ്രവ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കുരുമുളകിനെ കുറിച്ചാണ് പറയാൻ വന്നത്. കുരുമുളക് കൊണ്ട് നമുക്ക് എന്തെല്ലാം യൂസ് ചെയ്യാം, എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ടിപ്സ്. കാരണം വീട്ടിനകത്ത് നിന്ന് നമുക്ക് പെട്ടെന്നൊരു പനി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പല്ലുവേദന ഇതിനെല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും വിചാരിക്കുമോ കുരുമുളക് കൊണ്ട് വായിലിട്ട് ചവച്ചിറക്കുമ്പോൾ കഫക്കെട്ട് പോവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. മുട്ട വാട്ടിയതിന് ശേഷം ഭയങ്കര സൗണ്ട് വെളിയിൽ വീട്ടിനകത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ റോഡിൻ്റെ അരികിലായതുകൊണ്ട് ഈ വരുന്ന വണ്ടികളുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ ജനലും റൂമൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും നല്ല സൗണ്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാമെന്ന് എന്താ വെച്ചാൽ, പല്ലുവേദന ഉള്ളപ്പോൾ കുരുമുളകിൻ്റെ സത്ത് വേദനയുള്ള ഭാഗത്ത് നമ്മൾ പുരട്ടിക്കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് നല്ല ശമനം കിട്ടും. അതുപോലെ കുരുമുളക്, തുളസിയില, പനിക്കൂർക്കയില, പുളിയില എന്നിവ ഇട്ട് തിളപ്പിച്ച് ആവി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പനിയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നല്ല രീതിക്ക് ശമനം കിട്ടും. ഞാനിപ്പോൾ പറയാൻ വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? പനിക്ക് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ കുരുമുളക്, തുളസിയിലയും ചുവന്നുള്ളിയും കാപ്പിപ്പൊടിയും ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ്. പനിയും ജലദോഷവും എല്ലാം മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്നും നമുക്ക് അറിവുള്ള കാര്യങ്ങളല്ല. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കുരുമുളക് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. അതായത് വാട്ടിയ മുട്ടയുടെ കൂടെ കുരുമുളക് പൊടി കൂടി ഇട്ട് ഈർക്കിൽ വെച്ചിട്ട് കറക്കി കുടിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് മാറാനൊക്കെ വളരെ ഉത്തമമാണ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അതേസമയം ഇങ്ങനെ ഞവരയില, പനിക്കൂർക്കയിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിനെല്ലാം ഇങ്ങനെ ഈ തുളസിയില ഇതെല്ലാം ചേർത്ത് കുരുമുളകിൻ്റെ കൂടെ ഇങ്ങനെയെല്ലാം ചെയ്താൽ പനി മാറും എന്നൊക്കെ ഉള്ള അറിവുകൾ ചില ആൾക്കാർക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടിപ്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുള്ളി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് ഞാൻ മുന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജലദോഷം വരുമ്പോൾ കുഞ്ഞുള്ളി മുറിച്ച് നമ്മുടെ മൂക്കിൽ വെച്ച് ഒന്ന് സ്മെല്ല് ചെയ്യുകയും അതുപോലെ ചവച്ചരച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റേതായ ഉപയോഗങ്ങൾ ഓരോ സാധനത്തിനും ഉണ്ട്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ആവി പിടിക്കുന്ന ഒരാളിന് ജലദോഷവും പനിയോ വന്നാൽ കുറേ ആവി പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് നമ്മൾ ഒരു കുടത്തിനകത്തോ അല്ലെങ്കിൽ മറ്റുള്ള വേപ്പറൈസർ അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ ആവി പിടിക്കുന്നതാണെങ്കിൽ നമുക്കൊന്നും അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു കുടവോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കുന്ന സമയത്ത് അതിലേക്കിട്ട് ഒരു 2 നുള്ളു തുളസിയില ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ട് ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ടൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് ആവി പിടിച്ച് കഴിഞ്ഞാൽ മണ്ടയിലുള്ള അഴുക്കുകളെല്ലാം പുറന്തള്ളപ്പെടും. നമുക്ക് ജലദോഷമൊക്കെ വന്നാൽ പെട്ടെന്ന് കുറയും. കൂട്ടുകാർ വിചാരിക്കും ഇതൊക്കെ നമുക്കറിയാവുന്നുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ടിപ്സാണ്. കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. മഴയുണ്ട്, അതുപോലെ വെയിലാണ്, വീണ്ടും മഴയാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായി കഴിഞ്ഞെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയി കാണുന്നതാണ്. ടാറ്റ ബൈ.